ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു പലഹാരം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടോ നോമ്പ് തുറക്കാൻ സ്പെഷ്യൽ സ്നാക്കായിട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വലിയ ജീരകം ഉണ്ടല്ലോ, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് അങ്ങനെ ഇട്ട് കൊടുക്കുക. സവാള മൂത്ത് വരാനായിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ മൂത്ത് വന്ന സവാളയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും, മുളക് പൊടിയുടെ അളവ് അങ്ങോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ നമ്മൾ ലേശം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്താണ്. അതൊന്ന് ജസ്റ്റ് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ചിക്കനും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ പിടിച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും അതിലേക്ക് ഒരു 3 ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാളൻ്റെ ചെറിയ പകുതി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരയരുത്, എന്നാൽ തീരെ അരയാതിരിക്കരുത്. അങ്ങനത്തെ രീതി വേണം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരിപ്പൊടിയുടെ അളവ് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക. അരിപ്പൊടിയിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പോലത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ചൂടുള്ള വെള്ളമാണ്, അതുകൊണ്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കരുത്. ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കൈ വെച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക. കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണയും കൂടെ ആക്കി കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള മാവിന്ന് അത്യാവശ്യം മീഡിയം ബോൾസ് മാവ് എടുക്കുക. കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ അങ്ങോട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൈൻ്റെ ഉള്ളംകൈയിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒന്ന് പരത്തിയും കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഫില്ലിങ്സ് ഒരുപാട് കുത്തി നിറച്ച് വെച്ച് കൊടുക്കരുത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പാകത്തിനുള്ളത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഉന്നക്കായൊക്കെ പിടിക്കില്ലേ, ആ ഒരു രീതിക്ക് തന്നെ അങ്ങോട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് ഒരു ഷേപ്പ് അങ്ങോട്ട് ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബോൾസ് പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളിതവിടെ ഇഡലി പാത്രത്തിലേക്ക് ആവി കയറ്റാൻ വേണ്ടി വെക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടച്ച് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ പലഹാരമൊക്കെ നല്ലപോലെ തന്നെ ആവിയിൽ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ കഴിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നതെങ്കിൽ കാണാൻ നല്ലൊരു കളർ ഉണ്ടാവും, അത്ര എരിവ് ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുത്ത ശേഷം നമ്മൾ പാവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് എണ്ണയില്ല, കുറച്ച് നമ്മൾ മീനൊക്കെ വറുത്തെടുക്കുന്ന ആ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തെടുത്താലേ ഒന്നുകൂടെ ഒരു സ്പൈസി ആയിരിക്കും, കഴിക്കാൻ അടിപൊളി ടേസ്റ്റും ആയിരിക്കും. ഇപ്പോൾ ഒട്ടും എണ്ണയൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ അതുപോലെ കഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചായൻ്റെ കൂടെ കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്ന് ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അധികം എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത പലഹാരമാണ് കേട്ടോ. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്